പക്ഷെ ഇന്നലെ രാഹുൽ ഗാന്ധി വല്ലാത്തൊരു പ്രകടനമൊക്കെ നടത്തിയത് നമ്മൾ കണ്ടു ലോക്സഭയിൽ. അതായത് മുൻ കരസേനാ മേധാവി നരവാനയുടെ ഒരു പ്രസിദ്ധീകരിക്കാത്ത ഒരു ബുക്കിലെ പരാമർശം ചൈനീസ് കടന്നുകയറ്റത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിരോധ മന്ത്രിയും വിളിച്ചപ്പോൾ അവരൊന്നും പറഞ്ഞില്ല. പിന്നീട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അതുപോലെ ചെയ്യൂ എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ ഇപ്പോഴത്തെ കാലത്തേന് കുറച്ചുകൂടെ പുറകിലോട്ട് പോയാൽ ഇത് പറയാനുള്ള യോഗ്യത രാഹുൽ ഗാന്ധിക്കുണ്ടോ? അത് തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതാണ്. പക്ഷെ ഇന്നലത്തെ സീൻ രാഹുൽ ഗാന്ധി അല്ല ആ തരത്തിൽ ശ്രദ്ധേയമാക്കിയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഭരണപക്ഷത്ത് നിന്നുള്ള പ്രതികരണമാണ്. അത് അവഗണിക്കേണ്ട കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നാമത് നമ്മൾ റിട്ടയർഡ് ആയിട്ടുള്ള പല ഉദ്യോഗസ്ഥന്മാരും പല പുസ്തകങ്ങളും എഴുതും. ഈ പുസ്തകത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധേയമായ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹം 2022 നരവനെ 2022 റിട്ടയർ ചെയ്ത ആളാണ്. 23 തയ്യാറാക്കിയ പുസ്തകമാണ്. അപ്പോൾ നമ്മുടെ കരസേനാ ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ ഏതെങ്കിലും സൈന്യാധിപന്മാർ രാജ്യരക്ഷയുമായി ബന്ധപ്പെട്ടൊക്കെ ആയിരിക്കുമല്ലോ പുസ്തകം എഴുതുക. അവരെന്തെങ്കിലും പുസ്തകം എഴുതിയാൽ പ്രസിദ്ധീകരിക്കണമെങ്കിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന്റെ പെർമിഷൻ വേണം. അപ്പോൾ ഇദ്ദേഹം പുസ്തകം എഴുതി 2023 ഡിസംബറിൽ ഒരു പബ്ലിഷർക്ക് കൊടുത്തതാണ്. ആ പബ്ലിഷർ നിരന്തരം കത്തടപാടുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് പ്രസിദ്ധീകരിക്കാനുള്ള അനുമതി കൊടുത്തിട്ടില്ല ഇതുവരെ. അതിൻ്റെ ഒന്നാമത്തെ ഇഷ്യൂ അതാ. ഇത്രയും കാലമായിട്ട് അനുമതി കൊടുക്കാതിരിക്കുമ്പോൾ ഇദ്ദേഹം അത് സ്വാഭാവികമായിട്ടും നാട്ടുകാരോടും മീഡിയയോടും ഒക്കെ പറയുമല്ലോ. അങ്ങനെ കാരവൻ എന്ന് പറയുന്ന പത്രം, പ്രസിദ്ധമായ പത്രമാണ്. കാരവൻ എന്ന് പറയുന്ന മാസിക വാരിക അതെടുത്തിട്ട് കവർ സ്റ്റോറിയാക്കി അതിലെ പ്രധാനപ്പെട്ട ഉള്ളടക്കങ്ങളൊക്കെ ചേർത്തുകൊണ്ട്. അപ്പൊ കാരവൻ മാസിക എടുത്തു പിടിച്ചുകൊണ്ടാണ് എടുത്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വന്നത്. അപ്പൊ ഇതിന്റെ പ്രശ്നം ഒന്ന് ആ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ അനുമതി ഉണ്ടോ ഇല്ലയോ, ഇല്ലെങ്കിൽ അത് നേരത്തെ തടയേണ്ടതാണ്. ലാഗ് ചെയ്യാണ് ഗവൺമെന്റ്, അനുമതി കൊടുക്കുന്നില്ല. എന്നാൽ പാടില്ല എന്ന് പറഞ്ഞ് തടഞ്ഞാൽ ഇതിനേക്കാൾ വലിയ വാർത്തയാവും. അപ്പൊ അതിലൊന്ന്. രണ്ടാമത്തെ കാര്യം അതാ. മൂന്നാമത്തെ കാര്യം, ഇതില് ഇദ്ദേഹത്തിനെതിരെ പറയുന്ന ഒരു വാദം പാർലമെന്റിൽ ഇന്നലെ ഭരണകക്ഷി വളരെ പ്രക്ഷുബ്ധമായിട്ട് പറഞ്ഞൊരു വാദം വളരെ ദുർബലമാണ്. എന്താ വെച്ചാൽ വകുപ്പുണ്ട് പാർലമെന്ററി ചട്ടങ്ങളിൽ 349 വകുപ്പ് പ്രകാരം പാർലമെന്റിനകത്ത് നേരിട്ട് കൊണ്ടുവന്ന് ഒരു പത്രവാർത്ത, നീ ഇപ്പോൾ നമ്മൾ പറയുമല്ലോ, നമ്മളെ ന്യൂസിൽ ഏത് ന്യൂസിലും പറയുമല്ലോ, പക്ഷെ സഭയ്ക്കകത്ത് ഒരു പത്രം കൊണ്ടുവന്ന് വായിക്കാൻ പാടില്ല. നിങ്ങൾ പത്രത്തിൽ നിന്ന് ഡാറ്റ എടുത്ത് പഠിച്ചു വന്നിട്ട് നിങ്ങളുടെ സ്വന്തം പ്രസംഗമായിട്ട് പറയണം. പത്രത്തിൽ നിന്ന്, മാസികകളിൽ നിന്ന്, വാരികളിൽ നിന്ന്, പുസ്തകങ്ങളിൽ നിന്ന് ഒന്നും കൊണ്ടുവന്ന് ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പുസ്തകം പാർലമെന്റിൽ വായിക്കാൻ പാടില്ല. അങ്ങനെ ഒരു ചട്ടമുണ്ട്. അത് സാങ്കേതികമായൊരു ചട്ടമാണ്. അത് വെച്ചിട്ടാണ് രാഹുൽ ഗാന്ധി വിമർശിക്കുന്നത്. അത് ദുർബലമായൊരു വസ്തുതയാണ്, ചട്ടമാണ്, പറയുകയൊക്കെ ചെയ്യാം. വേറെ ഇതിനേക്കാളും പ്രധാനപ്പെട്ട കാര്യം, എന്തിനാണ് എന്താ ഇഷ്യൂ, അടിസ്ഥാന ഇഷ്യൂ എന്താ? നരവനെ ഉന്നയിച്ചത് ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. 2020 ഡിസംബർ ഓഗസ്റ്റ് 31 അല്ലെ, 2020 ഓഗസ്റ്റ് 31 രാത്രി 8:15 നരവനെ, കരസേനാ മേധാവിയായിരുന്ന നരവനെ ചൈന നമ്മുടെ അതിർത്തിയിലേക്ക് ടാങ്കറുകളുമായിട്ട് വരുമ്പോൾ 8:15 ഇത്തരം നിർണായകമായ ഘട്ടങ്ങളിലൊക്കെ ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ പാടില്ല സൈന്യം. ഗവൺമെന്റിന്റെ രാഷ്ട്രീയ തീരുമാനം എടുക്കണം. പ്രതിരോധ മന്ത്രി ഇദ്ദേഹം അടിയന്തരമായി അറിയിക്കേണ്ട 3-4 കേന്ദ്രങ്ങളെ അറിയിച്ചു. ഒന്ന്, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെ അറിയിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെ അറിയിച്ചു. നമ്മുടെ അജിത് ഡോവൽ ഉണ്ടല്ലോ, എന്താണ് പറയാ, ദേശീയ ഉപദേഷ്ടാവിനെ അറിയിച്ചു. അക്കാലത്തെ വേറെ ആരോ പ്രധാനപ്പെട്ടവരെ മോദിയെ അറിയിച്ചു എങ്കിൽ മോദിയെയും അറിയിച്ചിട്ടുണ്ട്. അപ്പൊ പ്രധാനപ്പെട്ട എല്ലാ കേന്ദ്രങ്ങളെ അറിയിച്ചു. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ ലൈറ്റ്നിങ് ആയിട്ട് മെസ്സേജ് കിട്ടും. അപ്പൊ ഉടനെ ചെയ്യുന്ന കാര്യം, ഒരു വിദേശ രാജ്യം നമ്മളെ ആക്രമിക്കാൻ വരുന്നുണ്ടെങ്കിൽ അത്തരം ഒരു മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ രാഷ്ട്രീയ നേതൃത്വം അതിനൊരു സുരക്ഷാ കമ്മിറ്റി ഉണ്ട്, അടിയന്തരമായി ചേരും, ഓൺലൈനിലെങ്കിലും ചേരും, അടിയന്തരമായി ചേർന്നിട്ട് ഇവർക്ക് ഈ മെസ്സേജ് ചർച്ച ചെയ്യുന്നു, ഇതിനൊരു മറുപടി കൊടുക്കും. 8:15 കൊടുത്ത മെസ്സേജിന് 10:30 വരെ നിരന്തരം ഓർമ്മിപ്പിച്ചിട്ട് മറുപടി കൊടുത്തില്ല. ചൈന ഇതാ ഇന്ത്യയെ ആക്രമിക്കാൻ വരുന്നുണ്ട്, എന്ത് ചെയ്യണം? 10:30 കൊടുത്ത രാജ്നാഥ് സിംഗ് നിരന്തരം ഓർമ്മിപ്പിച്ചപ്പോൾ 10:30 കൊടുത്ത മറുപടി എന്താ? 10:30 കൊടുത്ത മറുപടി എന്താ ചെങ്ങൾ ചെയ്തോ, സൈന്യം എന്താ ചെയ്തു, രാഷ്ട്രീയ തീരുമാനം എന്ന് പറയണ്ട, അത് സൈന്യത്തിന്റെ തീരുമാനമായിട്ടും പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ ചൈനയുമായിട്ടുള്ള റിലേഷനിൽ നമ്മൾ വളരെ വളരെ കരുതലുണ്ട് എന്ന് പറഞ്ഞാൽ
ചൈനയെ തൊട്ട് കളിക്കാൻ നമുക്ക് മടിയുണ്ടായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അത് ശരിയുമാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം പാകിസ്ഥാനുമായിട്ട് എന്ത് പ്രശ്നം ഉണ്ടായാലും സൈന്യത്തിന് തോന്നിയ പോലെ ചെയ്തോ നമ്മൾ പറയില്ല. നമ്മളെന്താ പറയും, നമ്മൾ തീരുമാനിക്കും, നമ്മൾ പറയും, പ്രധാനമന്ത്രി പറയും, വിദേശകാര്യമന്ത്രി പറയും, നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും. പ്രതിരോധ മന്ത്രി പറയും, പ്രതിരോധ മന്ത്രി നേരിട്ട് ചെല്ലും, ഷൂട്ട് എന്ന് ഓർഡർ കൊടുക്കും, ഒക്കെ ചെയ്യും. പക്ഷെ ചൈനയുമായിട്ടുള്ള കളിയിൽ എപ്പോഴും നമ്മൾ വളരെ തന്ത്രപരമായ നീക്കമാണ് നടത്തുന്നത്. ഒന്ന്, എന്തായിരിക്കും അതിന് കാരണം? എന്തുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് ആ നിലപാടെടുക്കുന്നത് എനിക്ക് മനസ്സിലാവും, നമുക്കൊക്കെ മനസ്സിലാവും, രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് മനസ്സിലാവും. എന്താ കാരണം എന്നറിയോ? ചൈന പാകിസ്ഥാനെ പോലെ തന്നെ ചൈനയും നമ്മുടെ ശത്രു പട്ടികയിലുണ്ട്. പാകിസ്ഥാൻ 47 മുതലുണ്ട്, ചൈന 62 മുതലുണ്ട്. രണ്ടും നമ്മളെ ഒരിക്കലെങ്കിലും യുദ്ധം ചെയ്ത് നമ്മൾ തോൽപ്പിച്ച രാജ്യങ്ങളാണ് രണ്ടും. പക്ഷെ രണ്ടിൻ്റെയും ശത്രു രാജ്യങ്ങൾ എന്ന നിലയിൽ രണ്ടിനെയും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പാകിസ്ഥാനെയും നമ്മൾ പഠിക്കുന്നുണ്ട്, ചൈനയെയും പഠിക്കുന്നുണ്ട്. നമ്മുടെ ശത്രു പട്ടികയിൽ വന്ന ചൈനയല്ല ഇന്നത്തെ ചൈന. നമ്മുടെ ശത്രു പട്ടികയിൽ വന്ന പാകിസ്ഥാൻ അല്ല ഇന്നത്തെ പാകിസ്ഥാൻ. എന്താ വ്യത്യാസം? പാകിസ്ഥാൻ ഒരു പട്ടിക്കും വേണ്ടാത്ത രാജ്യമായി മാറിയിട്ടുണ്ട്. അവരോട് ആർക്കും മുട്ടാം, മനസ്സിലായില്ലേ? പാകിസ്ഥാനോട് മുട്ടുന്ന പോലെയല്ല ചൈനയോട് മുട്ടാൻ പോയാൽ. ഒരു പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ഭീരുത്വം കൊണ്ടല്ല, മറിച്ച് ഇന്ത്യക്ക് വലിയ വിപത്ത് വരും, അപകടം വരും എന്ന കരുതൽ കൊണ്ടുകൂടിയാണ് ആയിരിക്കണം ആ നിലപാടെടുത്തത്. അപ്പോൾ ഒരു കാര്യം തീർച്ചയാണ്, നമ്മൾ പാകിസ്ഥാനോട് കാണിക്കുന്ന ഈ വെപ്രാളവും ഒച്ചപ്പാടും പൊട്ടിത്തെറിയൊന്നും ചൈന വലിയ തോതിൽ ഇന്ത്യയെ ഉപദ്രവിക്കുന്നുണ്ട്. അരുണാചൽ പ്രദേശിലെ അറിയാലോ, അരുണാചൽ പ്രദേശിലെ നാട് അവർക്ക് ധൻബാഗ് എന്താണ് അവർ ചൈനീസ് ഭാഷയിൽ പേര് കൊടുത്തിട്ടുണ്ട്. അരുണാചൽ പ്രദേശിൽ നിന്ന് ഒരു യാത്രക്കാരിയെ ചൈനയിൽ പിടിച്ചു വെച്ചില്ലേ? എന്താ കാരണം? അരുണാചൽ പ്രദേശ് എന്ന് പറഞ്ഞിട്ട് പാസ്പോർട്ട് വരികയാണെങ്കിൽ അത് ചൈനയുടെ പാസ്പോർട്ട് ആയിരിക്കണതാണ്. ഇന്ത്യയുടെ അതിർത്തി അവർ വലിയ തോതിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ഇപ്പൊ നമ്മൾ പാകിസ്ഥാനെ നമ്മൾ ശത്രുവായി പ്രഖ്യാപിക്കുന്നത് എങ്ങനെ? ഒരുപാട് കാരണങ്ങൾ. ഈ ഭീകരവാദി വന്ന് ഇന്ത്യയെ ആക്രമിക്കുമ്പോഴാണ്. ഈ ഭീകരവാദിയുടെ കയ്യിൽ നമ്മൾ പിടിച്ചെടുത്ത ആയുധങ്ങളൊക്കെ ആരുടെ? ഒക്കെ ചൈനയോട്. അപ്പൊ ചൈന കളിക്കുന്ന കളി അതിഭീകരമാണ്. എന്നാൽ ചൈനയോട് കളിക്കാൻ പോയാൽ അത് ഇന്ത്യക്ക് വലിയ നാശനഷ്ടം. ഇന്നത്തെ അവസ്ഥയിൽ അത്ര എളുപ്പമല്ല. ഇന്ത്യയെ പ്രതിരോധിക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ ചൈനയുടെ വളർച്ച ഇന്ത്യൻ ഉപദേഷ്ടാക്കൾക്കും ഇന്ത്യയുടെ ഇന്റലിജൻസിനും ഒക്കെ കൃത്യമായിട്ട് അറിയാലോ. അതുകൊണ്ട് ഇന്ത്യ അതുകൊണ്ടായിരിക്കണം ആ കരുതൽ. ഇനി അഥവാ തിരിച്ചടിക്കുകയാണെങ്കിൽ തന്നെ ചൈന തിരിച്ചടിച്ചു, അത് പിന്നീട് പറയുന്നുണ്ട്. ഇന്ത്യ തിരിച്ചടിച്ചു, പക്ഷെ അത് രാഷ്ട്രീയ തീരുമാനമായി ഇന്ത്യൻ ലീഡർഷിപ്പ് പറഞ്ഞു എന്ന് പറയരുത്. അപ്പുറത്ത് നിന്ന് ടാങ്കറുകൾ നീങ്ങി വരുന്നത് കണ്ടപ്പോ ഇന്ത്യൻ സൈന്യം സ്വാഭാവികമായി തിരിച്ചടിച്ചു എന്നേ പറയാവൂ. സൈനികർ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ എന്നുള്ള രീതിയിൽ എന്ന് പറഞ്ഞാൽ ഔദ്യോഗികമായി ഇന്ത്യ ചൈനയോട് ശത്രുത പ്രഖ്യാപിച്ചു എന്ന് പറയരുത്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒരു ഭാഗത്ത് അമേരിക്കയോട് നമ്മൾ ആ സമയമുണ്ടല്ലോ, കഴിഞ്ഞ കുറെ കാലമായിട്ട് അമേരിക്കയോട് നമ്മൾ ഫൈറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇപ്പോഴത്തെ ഒരു ഡിപ്ലോമാറ്റിക് റിലേഷനിലൊന്നും അന്ന് വന്നിട്ടില്ല. 2020 5 കൊല്ലം മുമ്പാ. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ കാരണം. അപ്പൊ അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ ഈ കേസിൽ പക്ഷേ രാഹുൽ ഗാന്ധി ഇപ്പോ ഇത് ക്യാഷ് ചെയ്തത് എങ്ങനെ, ഇതിൽ സ്റ്റാർ ആയത് എങ്ങനെ? രാഹുൽ ഗാന്ധിക്ക് പറയാൻ അർഹതയുണ്ടോ എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട ചോദ്യം. ഇന്നലത്തെ ഇഷ്യൂ പക്ഷെ അതല്ല. ഇന്നലത്തെ ഇഷ്യൂ ഞാൻ കണ്ടത്, നീ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയാം, ഇന്നലത്തെ പാർലമെന്ററി പ്രസിഡൻസി കണ്ടിരുന്നോ? അമിത്ഷാ ഇങ്ങനെ പൊട്ടിത്തെറിച്ചൊരു സന്ദർഭം ഞാൻ കണ്ടിട്ടില്ല. 2, രാജ്നാഥ് സിംഗ് ഒരാളുടെ പ്രസംഗം, പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം തടസ്സപ്പെടുന്ന ഞാൻ ആദ്യമായിട്ട് കാണാം. എന്താ കാര്യം എന്ന് വെച്ചാൽ നേർക്കുനേരെ ഗവൺമെന്റിനെതിരെ വരും എന്ന് പറഞ്ഞാൽ ചൈനയോട് നമ്മൾ സോഫ്റ്റ് ആണെന്നും പാകിസ്ഥാനോട് നമ്മൾ ഹാർഡാണെന്നും വരും. 2 ശത്രുവിനെ ഒരുപോലെ കാണണ്ടേ? പാകിസ്ഥാനോട് സോഫ്റ്റ് ആകുന്നതിന് രാഷ്ട്രീയ കാരണം കൂടിയുണ്ട്. അത് അവർ ഇസ്ലാമിക രാഷ്ട്രമാണ്. നമ്മൾ തീർച്ചയായിട്ടും ഇസ്ലാമിക ഭീകരവാദത്തിന് പാകിസ്ഥാനും എതിരാണ്. അത് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് മാത്രമല്ല ഞാൻ പറയണത്, പാകിസ്ഥാൻ ദുർബലമായതുകൊണ്ട് കൂടിയാണ്. ദുർബലനായ ഒരു ശത്രുവിനോട് കാണിക്കുന്ന അത്യാവേശത്തെക്കാൾ ജാഗ്രതയും കരുതലും വേണ്ടേ ശക്തനായ ഒരു ശത്രു നമ്മളെ ആക്രമിക്കുമ്പോൾ? അക്കാര്യത്തിൽ നമുക്ക് എവിടെയോ വീഴ്ച പറ്റുന്നുണ്ട് എന്നാണ് ഇപ്പൊ ഈ കാരവൻ വാർത്ത മുൻനിർത്തി രാഹുൽ ഗാന്ധി പറയുന്നത് രാഹുൽ ഗാന്ധി ആയതുകൊണ്ട് നമുക്ക് രാഷ്ട്രീയമായിട്ടൊക്കെ അതിനെ വിമർശിക്കാം. പക്ഷെ പറഞ്ഞ കാര്യത്തിൽ ഒരു യാഥാർത്ഥ്യം കിടക്കുന്നുണ്ട്. ഞാനത് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാട്ടോ. ഇതിന്റെ കാരണം വേറൊന്നുകൊണ്ടുമല്ല. പാകിസ്ഥാൻ ഈസ് നോവെയർ ധന്യ. പാകിസ്ഥാനെ ആർക്കാ പേടി? പാകിസ്ഥാൻ ജനതയ്ക്ക് വേണ്ട, ലോകത്തിലെ ഒരു രാജ്യത്തിനും വേണ്ട. പാകിസ്ഥാൻ പോലും ഇപ്പോ ജനാധിപത്യത്തിൽ നിന്ന് പട്ടാള ഭരണത്തിലേക്ക് വീണ്ടും പോവുകയാണ്. അവർക്ക് മാറി മാറി പരീക്ഷിക്കാലോ എന്തും. ചീട്ടുകളിലെ ചീട്ട് മാറ്റുന്ന പോലെ മാറ്റാം. നമുക്കത് പറ്റുമോ? ഇന്ത്യയെ പോലും ജനാധിപത്യ രാജ്യം ഭയപ്പെടേണ്ടത് തൊട്ടടുത്ത ഭീകരനായ ഒരു ശത്രുവിനെയാണ്, അത് ചൈനയാണ്.
ആ യാഥാർത്ഥ്യത്തിലേക്ക് ഈ ഇന്നലത്തെ പാർലമെന്ററി സീൻ എത്തിക്കുന്നുണ്ട്. ബാക്കി രാഷ്ട്രീയമൊക്കെ രാഹുൽ ഗാന്ധി, നരേന്ദ്രമോദിയുടെ മുമ്പിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി രാഷ്ട്രീയ വിമർശനം നടത്തുമ്പോൾ വിമർശിക്കാൻ മാത്രം ഇല്ല എന്നാണ് ഞാൻ പറയാം. അങ്ങനെ എടുത്താൽ മതി. പക്ഷേ ഈ വിഷയം വളരെ ഗൗരവമുള്ളതാണ്. അതിൻ്റെ ഗൗരവത്തിലേക്ക്, ആ വിഷയത്തിൻ്റെ ഹാർഡ് കോറിലേക്ക് ഇന്നലത്തെ സീൻ വെച്ച് നിങ്ങൾ രാഹുൽ ഗാന്ധിയെ മാറ്റി നിർത്തിക്കോ. ഇന്നലത്തെ സീനിൻ്റെ അടിസ്ഥാനം എന്താണ് അത് പറയാനും വിശദീകരിക്കാനും ഗവൺമെൻറ് ബാധ്യത. പറയുന്ന ന്യായം എത്ര സാങ്കേതികമെന്നറിയോ? സാക്ഷാൽ രാജ്നാഥ് സിംഗ് ഇന്നലെ പറഞ്ഞ മറുപടി എന്താ? പ്രസിദ്ധീകരിക്കപ്പെടാത്ത പുസ്തകമാണ്, അതുകൊണ്ട് വായിക്കാൻ കഴിയില്ല. എന്തേ ആവോ ഇത് പ്രസിദ്ധീകരിക്കാത്തത്? ഇന്നലെ ഇദ്ദേഹം നരവനെ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞത് ഞാൻ എന്നോ എഴുതി കൊടുത്തൊരു പുസ്തകമാണ്, ഇനി ഗവൺമെന്റും പ്രസാധകനും തമ്മിലായിക്കോട്ടെ, ഞാൻ വിട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്താ, ഒന്നുകിൽ പ്രസിദ്ധീകരിക്കണം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളിൽ ഇത് ഇന്ത്യ വിരുദ്ധമായ പുസ്തകമാണ്, പ്രസിദ്ധീകരിക്കാൻ സാധ്യമല്ല എന്ന് പ്രഖ്യാപിക്കണം. അത് പ്രഖ്യാപിക്കാതിരിക്കുമ്പോഴല്ലേ ഇന്നലെ കാരവൻ ന്യൂസ് ആക്കിയത്? അതല്ലേ രാഹുൽ ഗാന്ധി കൊണ്ടുവന്നത്? അതുകൊണ്ട് പ്രസിദ്ധീകരിക്കാത്ത പുസ്തകം ആയതുകൊണ്ട് വായിക്കാൻ പാടില്ല. ഇനി പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ വായിക്കാൻ പറ്റുമോ? അപ്പോഴും പാടില്ല. ചട്ടപ്രകാരം പ്രസിദ്ധീകരിച്ച പുസ്തകമാണെങ്കിലും സഭയിൽ വായിക്കാൻ പാടില്ല. ഇങ്ങനെ വളരെ സൂക്ഷ്മമായ കുറെ ഇഷ്യൂസ് അതിനകത്തുണ്ട്. അതിന്റെ മർമ്മം, ചൈന എന്ന കൊടിയ ശത്രുവിനെ നമ്മൾ ഇപ്പോഴും ഗൗരവമായി കാണുന്നുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അത് ജനങ്ങളോട് പറയുന്നുണ്ടോ? ജനങ്ങളോട് പറയാതിരിക്കുന്നത് പാകിസ്ഥാനോടുള്ള വിരോധം. നമ്മളിപ്പോൾ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന ഒരു കൊടിയ ഭീകരവാദത്തിന്റെ രാജ്യമാണ്. ആ രാജ്യത്തെ പോലും നമ്മൾ ചേർത്ത് പിടിക്കുന്നത് എന്തിനാ? പാകിസ്ഥാനെ നേരിടാനാണ്. അത് ശരി. പക്ഷെ ചൈനയെ ചേർത്ത് പിടിച്ചാൽ പാകിസ്ഥാനെ നേരിടാൻ പറ്റുമോ? ഇല്ല. ചൈനയുടെ ടൂളാണ് പാകിസ്ഥാൻ. അത് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നുണ്ട്. അപ്പോൾ മാത്രമല്ല, പുതിയ ബംഗ്ലാദേശ് പോലും ചൈനയുമായി സഖ്യപ്പെട്ടിട്ടുണ്ട്. ചൈനയുടെ വലിയ നഗരം വരുന്നുണ്ട് ബംഗ്ലാദേശിൽ. അപ്പോൾ ഈ പുതിയ വിപത്ത് കാണുന്നതിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ പുതിയ സ്ട്രാറ്റജി ഇനിയും വ്യക്തമാക്കേണ്ടത് നമ്മളല്ലാതെ പറയേണ്ടത് ഗവൺമെന്റാണ് പറയേണ്ടത്. ഗവൺമെന്റ് ഇങ്ങനെ സാങ്കേതികമായ മറുപടി പറഞ്ഞതുകൊണ്ടോ, സഭയിൽ ബഹളം വെച്ചതുകൊണ്ടോ, രോഷം കൊണ്ടതുകൊണ്ടോ ഒന്നും കാര്യമില്ല. വസ്തുതാപരമായി ഇത് പറയാം. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ധന്യ ചോദിച്ച ചോദ്യം ചോദിക്കാം, എടോ തനിക്കിതൊക്കെ പറയാൻ എന്താ അവകാശമുള്ളത്? തന്റെ UPA ഗവൺമെന്റ് എന്താ ചെയ്തത് എന്ന് ചോദിക്കാം. ചോദിക്കണമെങ്കിൽ നമ്മൾ പറയേണ്ട വസ്തുത ആദ്യം പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.